പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളിക്ക് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് അത്ര തൃപ്തി ഉണ്ടാവില്ല. എന്നാൽ വെളിച്ചെണ്ണ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് ശരാശരി മലയാളി. കിലോയ്ക്ക് 500-നടുത്തേക്ക് വെളിച്ചെണ്ണയുടെ വില കുതിച്ചെത്തുന്നുണ്ട്. ഓണം എത്തുമ്പോൾ 600 കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഈ പോക്ക് പോയ ചിപ്സ്, മെഴുക്കുവരട്ടി, ഇതിലൊക്കെ എന്ത് ചെയ്യും? കടുവറക്കാൻ എന്ത് ചെയ്യും? എന്താണ് അടുക്കളയിലെ അവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ പിശുക്കി തുടങ്ങിയിട്ടുണ്ട് വീട്ടമ്മമാരൊക്കെ. അലി അക്ബർ ഷായുണ്ട് ഒരു വീട്ടിൽ നിന്നും തത്സമയം. അലി, വെരി ഗുഡ് മോർണിംഗ്. അലി, വെളിച്ചെണ്ണ പിശുക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പേരിന് ഇത്തിരി വെളിച്ചെണ്ണ നാളിച്ചു പോവുക എന്നതാണ് അവസ്ഥ. പക്ഷേ വെളിച്ചെണ്ണ ഇല്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്ത് ഭക്ഷണം അല്ലേ? ചുരുക്കത്തിൽ വിലക്കയറ്റം വീട്ടിലെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നുണ്ടോ? അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സാഹചര്യം. അതായത് വെളിച്ചെണ്ണ ഇല്ലാതെ എങ്ങനെ നമ്മുടെ അടുക്കള ഓടുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെളിച്ചെണ്ണ വില ഇങ്ങനെ കുത്തനെ കുതിച്ചു വരുമ്പോൾ നമ്മുടെ അടുക്കളകൾ പ്രതിസന്ധിയിലായി എന്നുള്ളതാണ്. എന്തായാലും ഈ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സുജാത ടീച്ചറുടെ വീട്ടിലാണ്. ടീച്ചർ നമ്മളോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ തൊട്ടേ സംസാരിക്കുകയായിരുന്നു, വെളിച്ചെണ്ണ വില കുതിച്ചു വരുന്നതിനെ പറ്റി. തീർച്ചയായിട്ടും വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിച്ച് കയറിയാൽ നമ്മളെ പോലുള്ളവരും അല്ലാത്തവരും ഒക്കെ എന്ത് ചെയ്യും? അത് ഈ കേരയുടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതൊരു അടുക്കളയെ പറ്റി ആലോചിക്കാൻ വയ്യ. ഇല്ല, വയ്യ. കാരണം നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു പോന്നിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, വലിയൊരു കാര്യം തന്നെയാണ്. എന്തൊരു കാര്യം ഉണ്ടാക്കാനാണെങ്കിലും വെളിച്ചെണ്ണ വേണം. ഒരു രസം പോലും ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കടുവറക്കാൻ വെളിച്ചെണ്ണ വേണം. ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇനി ക്യാപ്സൂളായിട്ട് വരുമോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട്. ഓണമൊക്കെ എത്തുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് എല്ലാത്തിനും, ചിപ്സിനും, ഈ പറഞ്ഞതുപോലെ അരുൺകുമാർ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരുപാട് വറപലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സമയമാണ്. കാരണം എല്ലാവർക്കും അതിനോടൊക്കെ ഒരു വലിയ പ്രിയവും തന്നെയാണ്, പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്കൊക്കെ ഇല്ലേ? കാരണം ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ വിപണിയിലൊക്കെ ആണെങ്കിലും കൊച്ചു കൊച്ചു കച്ചവടക്കാരും ഹോട്ടലുടമകളും എല്ലാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരയുടെ നാട് കേരളം. നമ്മൾ ഓരോ മാസവും ഒരു കൃത്യമായ ഒരു ബജറ്റൊക്കെ കുടുംബത്തിൽ തീരുമാനിച്ചൊക്കെ പോകുന്ന ആളുകളായിരിക്കും സാധാരണഗതിയിൽ. ഇനിയിപ്പോൾ കുടുംബ ബജറ്റൊക്കെ താളം തെറ്റും. തീർച്ചയായിട്ടും താളം തെറ്റും. എന്താ പറയുക, ONVയുടെ ഭൂമിക്കൊരു ചർമ്മഗീതം എന്ന കവിതയിൽ ചില വരികളൊക്കെ അതിനോട് വ്യാപ്തമായിട്ട് കിടക്കുകയാണ്. അരുൺകുമാർ, എന്തായാലും ഇതാ അടുക്കളകളെ സംബന്ധിച്ച് വലിയൊരു ക്രൈസിസിലേക്ക് തന്നെ പോവുകയാണ്. ടീച്ചർ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സംഗീതാത്മകമായി തന്നെ എന്തായാലും അടുക്കളകൾ നേരിടുന്ന പ്രതിസന്ധിയെ പറ്റിയാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം, എന്തിനും നമുക്ക് വെളിച്ചെണ്ണ വേണം. ഒരു കടുക് പൊട്ടിക്കുന്നത് തൊട്ട് അങ്ങോട്ട് ഏറ്റവും ഗംഭീരമായ ഒരു പലഹാരത്തിന് വരെ വെളിച്ചെണ്ണ ഇല്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ്. ടീച്ചർ പറഞ്ഞതുപോലെ അടുക്കളകൾ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്, അവിടെ ചെറുകടികൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ വലിയ സാഹചര്യം. വിശന്നിട്ട് നമുക്ക് നിവൃത്തികേട് കൊണ്ട് ഇത്തിരി രസവും ചോറും കൂടെ കഴിക്കാമെന്ന് കരുതി രസം ഉണ്ടാക്കണമെങ്കിൽ പോലും, രസം കടുവറക്കണമെങ്കിൽ പോലും വെളിച്ചെണ്ണ വേണമല്ലോ. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ആകെ പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പോൾ ചില ജൂബിലറികളൊക്കെ അവിടുന്ന് സ്വർണം മാറ്റി പകരം വെളിച്ചെണ്ണ വെച്ചാലോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് എന്ന് കേട്ടു. പല പലചരക്ക് കടകളിലും വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക താഴും താക്കോലും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനമായിട്ട് വെളിച്ചെണ്ണ മാറിയിട്ടുണ്ട്. അടുത്ത കാലത്തെങ്ങും അതിൻ്റെ വില കുറയാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചില അന്വേഷണങ്ങൾ നടത്തി. കൊപ്ര വളരെയധികം വില കൂടുതലുള്ളൊരു സംഭവമാണ്. അത് തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കരിക്കും വെള്ളം വെട്ടി കുടിക്കുന്നത് കൊണ്ടാണ് കുഴപ്പം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് പരിശോധിക്കണം. എന്തായാലും ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ തട്ട് ഇച്ചിരി താഴ്ന്നു തന്നെ ഇരിക്കും.